നല്ലൊരു പ്രോഗ്രാമർ ആവാൻ ലൂപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിർബന്ധമായും നെസ്റ്റഡ് ലൂപ്പ് കോൺസെപ്റ്റും അറിയേണ്ടതുണ്ട്. നെസ്റ്റഡ് ലൂപ്പ് C++ന്റെ സഹായത്തോടു കൂടെ വിശദീകരിക്കുന്ന ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഒരു ചെറിയ പ്രോഗ്രാം എങ്ങനെ ചെയ്യാം C++ൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി, പ്രത്യേകിച്ച് സിമ്പിൾ ലൂപ്പുകളുടെ സഹായത്തോടു കൂടി എങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാം എന്നുള്ള ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ നെസ്റ്റഡ് ലൂപ്പ് കൺസെപ്റ്റ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വിശദീകരിക്കുന്നത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നെസ്റ്റഡ് ലൂപ്പ് ഈസ് എ ലൂപ്പ് ഇൻസൈഡ് അനദർ ലൂപ്പ്. ആസ് യു നോ, നെസ്റ്റ് മീൻസ് കൂട്, നെസ്റ്റഡ് കൂട്ടിലാക്കിയത്, നെസ്റ്റഡ് ലൂപ്പ് കൂട്ടിലാക്കിയിരിക്കുന്ന ലൂപ്പ്. ഏത് കൂട്ടിലാക്കിയിരിക്കുന്നത്? ഒരു ലൂപ്പിന്റെ ഉള്ളിലാണ് മറ്റൊരു ലൂപ്പ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഔട്ടർ ലൂപ്പ് കാണാം, പുറമേ ഒരു ലൂപ്പ് കാണാം. ഫോർ i = 1, i <= 3, i++ എന്ന് പറയുന്ന ഈ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ ഞാൻ j = 1, j <= 2, j++, c.j എന്ന് പറയുന്ന മറ്റൊരു ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ്, എ ലൂപ്പ് ഇൻസൈഡ് അനദർ ലൂപ്പ്. ഇവിടെ നെസ്റ്റഡ് ലൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നർ ലൂപ്പാണ്, ഉള്ളിലുള്ള ലൂപ്പാണ് നെസ്റ്റഡ് ലൂപ്പ്. ഏത് ലൂപ്പാണോ ഔട്ടർ ലൂപ്പിനുള്ളിൽ എഴുതിയിരിക്കുന്നത് അതാണ് നെസ്റ്റഡ് ലൂപ്പ്. ഈ ഒരു ക്ലാസ്സിൽ കൃത്യമായി നിങ്ങൾക്ക് നെസ്റ്റഡ് ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ലൈവ് പ്രാക്ടിക്കൽ സഹിതം നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം ഈ ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലേക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു നെസ്റ്റഡ് ലൂപ്പിൽ ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് എത്ര പ്രാവശ്യം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഒന്നാമത്തെ ഇറ്ററേഷൻ മുതൽ അവസാനത്തെ ഇറ്ററേഷൻ വരെ എത്ര പ്രാവശ്യമാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളതാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ ഔട്ടർ ലൂപ്പിന്റെ തുടക്കം മുതൽ അവസാനം വരെ എത്ര പ്രാവശ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യപ്പെടും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഐയുടെ വാല്യൂ 1 ആണ്, i <= 3, i++ എന്ന് പറഞ്ഞാൽ 1, 2, 3. 3 പ്രാവശ്യം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യപ്പെടും എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. 1 മുതൽ 3 വരെ 3 പ്രാവശ്യമാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. ഉള്ളിലുള്ള ലൂപ്പ് ആണെങ്കിലോ j = 1 ആണ്, j <= 2 ആണ്, j++ എന്ന് പറഞ്ഞാൽ 1 to 2 2 പ്രാവശ്യം. ഇന്നർ ലൂപ്പ് അതായത് നെസ്റ്റഡ് ലൂപ്പ് 2 പ്രാവശ്യവും ഔട്ടർ ലൂപ്പ് 3 പ്രാവശ്യവുമാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. അങ്ങനെയാകുമ്പോൾ ആകെ 6 ഇറ്ററേഷൻസ് ആണ് ഈ ലൂപ്പിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഓരോ പ്രാവശ്യം എന്താണ് സംഭവിക്കുന്ന കാര്യം നോക്കാം. ആദ്യം ഐയുടെ വാല്യൂ സ്റ്റാർട്ടിങ്ങിൽ 1 ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ആദ്യത്തെ ലൂപ്പിന്റെ ആദ്യ കേസിൽ ഐയുടെ വാല്യൂ 1 ആണ്. പിന്നെ നമുക്കറിയാം ടെസ്റ്റ് എക്സ്പ്രഷൻ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ് ചെയ്യാം. അപ്പൊ 1 <= 3 യെസ് ആകുമ്പോൾ താഴേക്ക് വരും j = 1, ജയുടെ വാല്യൂ 1 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി 1 <= 2 യെസ് കണ്ടീഷൻ ശരിയായതുകൊണ്ട് c.j 1 പ്രിന്റ് ചെയ്തു. 1 ആണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇൻക്രിമെന്റ് ആവുന്നത് ഈ j ആണ് ആദ്യം, കാരണം ഐയുടെ വാല്യൂ 1 ആയ സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് ഒരു ലൂപ്പിലേക്ക് വന്നു. ഇനി ഈ ലൂപ്പ് കഴിഞ്ഞാൽ മാത്രമേ i++ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ജയുടെ വാല്യൂ 1 ആയത് പിന്നെന്തായി എന്നാൽ j++ j 2 ആയി. ഓക്കെ, 2 <= 2. അപ്പൊ രണ്ടാമത്തെ ഇറ്ററേഷനിൽ സംഭവിക്കുന്ന കാര്യം നോക്കുക നിങ്ങൾ. രണ്ടാമത്തെ ഇറ്ററേഷനിൽ സംഭവിക്കുന്ന കാര്യം ജയുടെ വാല്യൂ 2 ആയി, ഐയുടെ വാല്യൂ 1 തന്നെയാണ്. ഓക്കെ, അപ്പൊ 2 <= 2 യെസ് c.j ആണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ j വാല്യൂ 2 ആണ്. ഇനി j++ j 3 ആവും, 3 ആവും. അപ്പൊ 3 <= 2 നോ ആകുന്ന സമയത്ത് ഈ ബോഡി എക്സിക്യൂട്ട് ചെയ്യപ്പെടില്ല, ഈ ലൂപ്പ് നിർത്തും. ഈ ലൂപ്പ് നിർത്തിയിട്ട് നമുക്കറിയാം നേരത്തെ നമ്മൾ വന്നത് ഐയുടെ വാല്യൂ 1 ആയ സമയത്തായിരുന്നു. ഐയുടെ വാല്യൂ ഇനി ഇൻക്രിമെന്റ് ചെയ്ത് 2 ആവും. ഐയുടെ വാല്യൂ 2 ആയിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെ ഇറ്ററേഷനിൽ 2 ആയിട്ടുണ്ട്. ഇനി 2 <= 3 യെസ് കണ്ടീഷൻ ശരിയാകുന്ന സമയത്ത് വീണ്ടും താഴേക്ക് വരുന്നു, ജയുടെ വാല്യൂ 1 ആയി. ഓക്കെ, 1 <= 2 യെസ് വീണ്ടും താഴേക്ക് ബോഡിയിലേക്ക് വരുന്നു, c.j 1 പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ജയുടെ വാല്യൂ 1 വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി j ഇൻക്രിമെന്റ് ചെയ്ത് 2 ആവുന്നു. 2 <= 2 ശരിയാണ്, c.j 2 പ്രിന്റ് ചെയ്യുന്നു. j++ 3 ആവുന്നു. 3 <= 2 യെസ് ആവുന്നു. 3 <= 2 ഫോൾസ് ആണ്. അതുകൊണ്ട് ഈ ലൂപ്പ് ഇവിടെ നിർത്തുന്നു. ഐയുടെ വാല്യൂ വീണ്ടും ഇൻക്രിമെന്റ് ആവുന്നു. ഐയുടെ വാല്യൂ എത്ര ആയിട്ടുണ്ട്? ഐയുടെ വാല്യൂ 3 ആയി. അപ്പൊ 3 ആയി. 3 <= കണ്ടില്ലേ ഇവിടെ ഐയുടെ വാല്യൂ 3 ആയി. അടുത്ത സ്റ്റെപ്പിൽ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ 3 <= 3 യെസ് <= ആയതുകൊണ്ട് യെസ് j = 1 വീണ്ടും ജയുടെ വാല്യൂ
1 ആയിട്ടുണ്ട്. ഇവിടെ കാണാം ജെയുടെ വാല്യൂ 1 ആണ്. ദെൻ പിന്നെ വീണ്ടും 1 ലെസ് ദാൻ ഈക്വൽ ടു യെസ് സി ഓഫ് ജെ 1 പ്രിന്റ് ചെയ്തു. ഓക്കെ, ജെ പ്ലസ് പ്ലസ് ജെ 2 ആയി, ജെ 2 ആയിട്ടുണ്ട്. ഓക്കെ, ജെ ലെസ് ദാൻ ഈക്വൽ ടു 2 ലെസ് ദാൻ ഈക്വൽ ടു യെസ് സി ഓഫ് ജെ 2 പ്രിന്റ് ചെയ്തു. ജെ പ്ലസ് പ്ലസ് ജെ 3 ആയി, ജെ 3 ആയി. 3 ലെസ് ദാൻ ഈക്വൽ ടു നോ. അപ്പൊ ലൂപ്പ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഐ പ്ലസ് പ്ലസ് ഐയുടെ വാല്യൂ നേരത്തെ 3 ആണ്, ഐ 4 ആവും. 4 ലെസ് ദാൻ ഈക്വൽ ടു 3 നോ. അപ്പോൾ ഈ ലൂപ്പ് നിർത്തി. അപ്പോൾ ഔട്ടർ ലൂപ്പ് അവസാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്നർ ലൂപ്പും അവസാനിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് 1 2 1 2 1 2 ആണ്. ഇവിടെ ഐ ആണ് ഡിസ്പ്ലേ ചെയ്തെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. ജെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടാണ് നമുക്ക് 1 2 1 2 1 2 വന്നിരിക്കുന്നത്. സപ്പോസ് ഇവിടെ ഐ ആണ് ഡിസ്പ്ലേ ചെയ്തെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യുന്നത് ആദ്യം 1 ആയിരിക്കും, വീണ്ടും 1 ആയിരിക്കും. കണ്ടില്ലേ, ഇത് രണ്ടും 1 ആണ്. പിന്നെ 2 പ്രാവശ്യം 2 ആയിരിക്കും, പിന്നെ 2 പ്രാവശ്യം 3 ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഐ ആണ് പ്രിന്റ് ചെയ്തതെങ്കിൽ. ഓക്കെ, ഇതാണ് നെസ്റ്റഡ് ലൂപ്പിന്റെ ഫംഗ്ഷനിങ്. ഇനി നമുക്ക് ചില പ്രോഗ്രാമുകളിലേക്ക് കടക്കാം. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, എന്താണ് നെസ്റ്റഡ് ലൂപ്പ്? നെസ്റ്റഡ് ലൂപ്പ് ഈസ് എ ലൂപ്പ് ഇൻസൈഡ് ദ ബോഡി ഓഫ് അനദർ ലൂപ്പ്. ദ നെസ്റ്റഡ് ലൂപ്പ് ഈസ് നോൺ ആസ് ഇന്നർ ലൂപ്പ് ആൻഡ് ദ ലൂപ്പ് ഇൻ വിച്ച് ഈസ് നെസ്റ്റഡ് ഈസ് നോൺ ആസ് ഔട്ടർ ലൂപ്പ്. ഏതിനുള്ളിലാണോ ആ ലൂപ്പ് നെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ലൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഔട്ടർ ലൂപ്പ്. ഇവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലുള്ള ലൂപ്പ് ഔട്ടർ ലൂപ്പാണ്, ഉള്ളിലുള്ള ലൂപ്പ് ഇന്നർ ലൂപ്പാണ്. ഓക്കെ, അതാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രോഗ്രാം നമുക്ക് പരിശോധിക്കാം. നമുക്ക് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർ 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 ഇങ്ങനെ നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ള പാറ്റേൺ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഈ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ലൈവ് പ്രാക്ടിക്കൽ സഹിതം നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് സീ. നമ്മൾ നേരത്തെ കണ്ട പ്രോഗ്രാം എങ്ങനെയാണ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് സ്റ്റാറിന്റെ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിന്റെ പ്രോഗ്രാമിലേക്ക് വരാം. ശ്രദ്ധിക്കുക, ഇവിടെ ഇതാണ് ഔട്ടർ ലൂപ്പ്, നേരത്തെ കാണിച്ചതാണ്. ഇതാണ് ഇന്നർ ലൂപ്പ്, അതായത് നെസ്റ്റഡ് ലൂപ്പ്. ഈ ലൂപ്പിന്റെ ഉള്ളിലാണ് ഈ ലൂപ്പ് എഴുതിയിരിക്കുന്നത്. ഇത് കമ്പൈൽ ചെയ്യുന്നു, കമ്പൈലേഷൻ ഫിനിഷ് സക്സസ്ഫുള്ളി ആണ്. ബിൽഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 1 2 1 2 1 2 എന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ജെയുടെ സ്ഥാനത്ത് ഐ എന്നാണ് കൊടുത്തതെങ്കിൽ എന്താണ് മാറ്റമെന്ന് നോക്കാം. സി, ജെയുടെ സ്ഥാനത്ത് ഞാൻ ഐ എന്നാണ് കൊടുത്തതെങ്കിൽ ഔട്ട്പുട്ട് വരുന്നത് എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം. സി 1 1 2 2 3 3. കാരണം 1 ഐ ആണ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഐ ആദ്യം 1 ആയിരിക്കും, അത് 2 പ്രാവശ്യം പ്രിന്റ് ചെയ്യും. പിന്നെ ഐ 2 ആയിരിക്കും, അത് 2 പ്രാവശ്യം പ്രിന്റ് ചെയ്യും. അതിയുടെ വാല്യൂ 3 ആവും, അത് 2 പ്രാവശ്യം പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഐയുടെയും ജെയുടെയും വാല്യൂ മാറുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ മാറ്റം ഉണ്ടാവും. നമ്മളിപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്റ്റാറിന്റെ പാറ്റേൺ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇവിടെ ഐയുടെ സ്ഥാനത്ത് നമുക്ക് സ്റ്റാർ എന്ന് കൊടുക്കാം. അപ്പോൾ സ്റ്റാർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറയാം. സി, ജസ്റ്റ് ആ സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർ എന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പം ഈ ഒരു പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നമുക്കറിയാം 6 പ്രാവശ്യം ഈ സ്റ്റാർ പ്രിന്റ് ചെയ്യപ്പെടും. നേരത്തെ കണ്ടതുപോലെ 1 2 1 2 പകരം 6 പ്രാവശ്യം ഈ സ്റ്റാർ പ്രിന്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആദ്യം 1 സ്റ്റാറാണ്, പിന്നെ 2 സ്റ്റാറാണ്, പിന്നെ 3 സ്റ്റാറാണ്, പിന്നെ 4 സ്റ്റാറാണ്, പിന്നെ 5 സ്റ്റാറാണ്. ആ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കറിയാം, ആകെ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് 5 സ്റ്റാറാണ് മാക്സിമം പ്രിന്റ് ചെയ്യേണ്ട കേസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3ക്ക് പകരം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണ് കൊടുക്കേണ്ടത്. അതേപോലെ അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കിയാൽ എന്താ സംഭവിക്കും നോക്കാം. ജസ്റ്റ് 10 സ്റ്റാർ പ്രിന്റ് ചെയ്യും അല്ലേ, 10 സ്റ്റാറാണ് പ്രിന്റ് ചെയ്യുന്നത്. സി, 10 സ്റ്റാറാണ് ആകെ പ്രിന്റ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ആദ്യത്തെ ലൈനിൽ 1 സ്റ്റാറാണ്, രണ്ടാമത്തെ ലൈനിൽ 2 സ്റ്റാറാണ്. ആ രീതിയിലാണ് വരേണ്ടത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തെ ഒരു ഐട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ലൈന് പ്രിന്റ് ചെയ്യേണ്ടതുണ്ട്. സി ഔട്ട് എന്താണ് /n എന്ന് പ്രിന്റ് ചെയ്യാം. / ഡബിൾ കൊട്ടേഷനിൽ കൊടുക്കാം, സിംഗിൾ കൊട്ടേഷനിൽ കൊടുക്കാം. അത് എസ്കേപ്പ് സീക്വൻസ് ആണ്. ഇപ്പൊ സംഭവിക്കുന്ന കാര്യം നോക്കൂ നിങ്ങൾ, ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പ്രിന്റ് ചെയ്തിരിക്കുന്നത് 2 വീതം സ്റ്റാറുകൾ ഓരോ ലൈനിലായിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നെക്സ്റ്റ് ലൈനിൽ വരാനുള്ള കാരണം എന്താണ്? ഐയുടെ വാല്യൂ ആദ്യം 1 ആയപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 yes എന്ന് പറഞ്ഞപ്പോൾ ഒരു ന്യൂ ലൈൻ പ്രിന്റ് ചെയ്തു. അപ്പോൾ ഈ ലൂപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം പ്രിന്റ് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ടാൽ ഒരു ലൈൻ പ്രിന്റ് ചെയ്യും. പക്ഷെ നമുക്ക് വേണ്ടത് എന്തായിരുന്നു? 5 സ്റ്റാറാണ് അവസാനം വരേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ജെയുടെ വാല്യൂ എന്ത് കൊടുത്തു നോക്കാം? 5 എന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. സി 5 കൊടുത്താൽ നമുക്ക് ഓരോ ലൈനിലും 5 സ്റ്റാർ വീതം പ്രിന്റ് ചെയ്യും. ഓരോ ലൈനിലും 5 സ്റ്റാർ വീതം പ്രിന്റ് ചെയ്യും.
പക്ഷെ നമുക്ക് വേണ്ടത് ആദ്യ ലൈനിൽ 1 സ്റ്റാർ ആണ്, രണ്ടാമത്തെ ലൈനിൽ 2 സ്റ്റാർ ആണ്, മൂന്നാമത്തെ ലൈനിൽ 3 സ്റ്റാർ ആണ്. ആ രീതിയിലാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കുക. ആദ്യത്തെ ഇറ്ററേഷനിലെ ഐയുടെ വാല്യൂ 1 ആകുന്ന സമയത്ത് ജെയുടെ വാല്യൂ 1 ആണ്. ഇവിടെ എത്ര സ്റ്റാറെ പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ? 1 സ്റ്റാർ മാത്രമേ പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പിൽ 1 സ്റ്റാർ മാത്രമേ പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ 2 സ്റ്റാർ, മൂന്നാമത്തെ സ്റ്റെപ്പിൽ 3 സ്റ്റാർ, നാലാമത്തെ സ്റ്റെപ്പിൽ 4 സ്റ്റാർ. അപ്പൊ അങ്ങനെ ആസ്റ്ററിക് സിമ്പിളാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസ്റ്ററിക് സിമ്പിൾ എന്നാണ്. അപ്പൊ ആ ഒരു ലൂപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഡർ തീരുമാനിക്കുന്നത് ആരാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഐയുടെ വാല്യൂ അല്ലേ ശരിക്കും തീരുമാനിക്കുന്നത്. ആയിട്ട് ജെ ഇസ് ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് കൊടുത്തു നോക്കാം. നമുക്ക് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കാൻ നോക്കാം. കൃത്യമായിട്ട് നമുക്ക് ആ ഒരു 5 സ്റ്റാർ പിരമിഡ് ആ ഒരു പാറ്റേൺ എന്ത് ചെയ്യും, നമുക്ക് പ്രിന്റ് കിട്ടുമെന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒന്നുകൂടെ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഐയുടെ വാല്യൂ ആദ്യം 1 ആയി. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, യെസ്. അപ്പോൾ താഴേക്ക് വരും, ഒരു ലൈന് പ്രിന്റ് ചെയ്യും. അതിൽ ഒരു ലൈന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫോർ ജെ ഇസ് ഈക്വൽ ടു 1, ജെയുടെ വാല്യൂ 1 ആയി. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐയുടെ വാല്യൂ 1 ആണല്ലോ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, യെസ്, സ്റ്റാർ. ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തു. ജെ പ്ലസ് പ്ലസ് 2, ജെ 3 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, നോ, നിർത്തി. ഐ പ്ലസ് പ്ലസ് ഐ 3 2 ആയി. അപ്പൊ ടൂയുടെ വാല്യൂ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, യെസ്, ന്യൂ ലൈൻ പ്രിന്റ് ചെയ്തു. അടുത്ത ലൈനിലേക്ക് വന്നു. എന്നിട്ട് ഐ ഇസ് ഈക്വൽ ടു 1, ജെയുടെ വാല്യൂ എത്രയാണ്? ജെ ഇസ് ഈക്വൽ ടു 1, ഐയുടെ വാല്യൂ 3 ആണ്, 2 ആണ്. അപ്പൊ 1 to 2 2 സ്റ്റാർ പ്രിന്റ് ചെയ്യും. അടുത്ത ഇറ്ററേഷനിലേക്ക് പോകുമ്പോൾ ഐയുടെ വാല്യൂ 3 ആകുന്ന സമയത്ത് 3 സ്റ്റാർ പ്രിന്റ് ചെയ്യും. ഐയുടെ വാല്യൂ 4 ആകുന്ന സമയത്ത് ഇവിടെ 4 സ്റ്റാർ പ്രിന്റ് ചെയ്യും. കാരണം എന്താ, ഇവിടെ ഐ എന്ന് പറയുന്ന ആ വേരിയബിൾ വരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇന്നർ ലൂപ്പ് അതായത് നെസ്റ്റഡ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, അങ്ങനെ അവസാനം ഐയുടെ വാല്യൂ 5 ആകുന്ന സമയത്ത് ജെ ഇസ് ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 സ്റ്റാർ പ്രിന്റ് ചെയ്യും. അങ്ങനെ ഐയുടെ വാല്യൂ 6 ആകുമ്പോൾ ലൂപ്പ് നിർത്തും. ഇങ്ങനെയാണ് ഈ ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇനി ഇവിടെ ഈ പ്രോഗ്രാമിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നു. സ്റ്റാറിന്റെ സ്ഥാനത്ത് ഞാൻ ജെ എന്നോ ഐ എന്നോ കൊടുത്താൽ എന്തായിരിക്കും ഔട്ട്പുട്ട് എന്ന് കൂടെ നമുക്ക് പരിശോധിച്ച് ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക, ഞാനിവിടെ ഇതിന് പകരം ഞാൻ ഐ എന്നാണ് കൊടുത്തതെങ്കിൽ എന്താ സംഭവിക്കുക, ഇതേ പാറ്റേൺ ആണ് പ്രിന്റ് ചെയ്യുക. പക്ഷെ ആദ്യം ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 പ്രിന്റ് ചെയ്യും. എത്ര പ്രാവശ്യം പ്രിന്റ് ചെയ്യും? 1 പ്രാവശ്യം പ്രിന്റ് ചെയ്യും. ഐയുടെ വാല്യൂ 2 ആണ്, 2 പ്രിന്റ് ചെയ്യും. എത്ര പ്രാവശ്യം പ്രിന്റ് ചെയ്യും? 2 പ്രാവശ്യം പ്രിന്റ് ചെയ്യും. ഈ രീതിയിൽ പ്രിന്റ് ചെയ്യും. 1 2 2 3 3 ഈ മോഡലിൽ പ്രിന്റ് ചെയ്യും. ഇനി നിങ്ങൾ ഗസ് ചെയ്യുക, ഇവിടെ ഐയുടെ വാല്യൂ എന്താണ്? ഐയുടെ സ്ഥാനത്ത് ജെ എന്നാണ് കൊടുത്തതെങ്കിൽ എന്താണ് പ്രിന്റ് ആവുക? ആദ്യം 1 പ്രിന്റ് ചെയ്യും, പിന്നെ 1 2 പ്രിന്റ് ചെയ്യും, പിന്നെ 1 2 3 പ്രിന്റ് ചെയ്യും അല്ലേ? കാരണം 1 to 1 1, പിന്നെ 1 2 നമുക്ക് അതിന് ഔട്ട്പുട്ട് കാണാം. ജെ കൊടുത്തതിന് ശേഷം കണ്ടില്ലേ? ആദ്യം ഐയുടെ വാല്യൂ 1 ആയപ്പോൾ 1 to 1 1 പ്രിന്റ് ചെയ്തു, ഒരു 1 പ്രിന്റ് ചെയ്തു. ഐയുടെ വാല്യൂ 2 ആയപ്പോൾ 1 to 2 ആണ് പ്രിന്റ് ചെയ്യുന്നത്, പക്ഷെ ജെ ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഇപ്പോൾ 1 ഉം 2 ഉം പ്രിന്റ് ചെയ്യും. ഐയുടെ വാല്യൂ 3 എന്ന സമയത്ത് 1 to 3 1 2 3 പ്രിന്റ് ചെയ്യും. ഈ രീതിയിൽ പ്രിന്റ് ചെയ്ത് പോകുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പാറ്റേണായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഐയുടെയും ജെയുടെയും ഒക്കെ വാല്യൂ മാറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ചോദിക്കാം, ഐ പ്ലസ് ജെ എന്ന് ചോദിക്കാം. ഐയുടെയും ജെയുടെയും വാല്യൂ ആഡ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അപ്പോഴും അതിന്റെ പാറ്റേൺ വ്യത്യാസപ്പെടുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായ ലോജിക്ക് നമുക്ക് ആ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, വ്യത്യസ്തങ്ങളായ ഔട്ട്പുട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രോഗ്രാം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ നെസ്റ്റഡ് ലൂപ്പിന്റെ കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് സിമ്പിൾ പ്രോഗ്രാമും അതേപോലെ അത്യാവശ്യം ലോജിക്ക് ആവശ്യമുള്ള സ്റ്റാറിന്റെ ഈ പ്രോഗ്രാമും സഹിതം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, പിന്നെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ സ്റ്റാറിന്റെ പ്രോഗ്രാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ചുരുക്കത്തിൽ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ്. നെസ്റ്റഡ് ലൂപ്പിനെ മനസ്സിലാക്കാൻ നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് ഏറ്റവും നല്ല ബന്ധമുള്ള അല്ലെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണല്ലോ നമ്മുടെ വാച്ച് അല്ലെങ്കിൽ ക്ലോക്ക്. അതിലുപയോഗിക്കുന്ന മിനിറ്റ് സൂചിയുടെയും അതുപോലെ സെക്കൻഡ് സൂചിയുടെയും ആ ഒരു പിന്നെ മാറ്റം നമുക്ക് ഈ നെസ്റ്റഡ് ലൂപ്പിന്റെ എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. അതായത് ഒരു മിനിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു മിനിറ്റിനെ നമ്മൾ ഔട്ടർ ലൂപ്പായിട്ട് കണക്കാക്കുക. ആ ഒരു മിനിറ്റിന്റെ സർക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ ഔട്ടർ ലൂപ്പായിട്ട് കണക്കാക്കുക. 60 സെക്കൻഡ്സ്
60 സെക്കൻഡ്സ് നമുക്ക് ആവശ്യമാണ് ഒരു മിനിറ്റിന്റെ സൂചിയുടെ മൂവ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ ആ 60 സെക്കൻഡ് നമുക്ക് ഇന്നർ ലൂപ്പായിട്ട് കണക്കാക്കുക. അപ്പൊ 60 പ്രാവശ്യം സെക്കൻഡ് സൂചി മൂവ് ചെയ്താൽ മാത്രമേ ഔട്ടർ ലൂപ്പിലായ ഒരു മിനിറ്റിന്റെ സൂചി അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യുള്ളൂ എന്നുള്ളത് നമുക്ക് ഈ ഒരു നെസ്റ്റഡ് ലൂപ്പ് മനസ്സിലാക്കാനുള്ള റിയൽ ലൈഫിന് നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, ഇനി നെസ്റ്റഡ് ലൂപ്പ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള റിയലൈസേഷന്റെ കാര്യം കൂടി പറയാം, ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ ചെയ്തൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ നമുക്കറിയാം ഈ ഫോർ ലൂപ്പിനുള്ളിൽ ഇന്നർ ലൂപ്പിനുള്ളിൽ എടുക്കാം. ഈ ഫോർ ലൂപ്പിനുള്ളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ ഓപ്പണിംഗ് ബ്രേസ് ഒഴിവാക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒരു ലൂപ്പിന്റെ ബോഡിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഒരു ഓപ്പണിംഗ് ബ്രേസ് ക്ലോസിംഗ് ബ്രേസ് ഒഴിവാക്കാവുന്നതാണ്. അതേപോലെ ഈ ഫോർ ലൂപ്പിനുള്ളിൽ മറ്റൊരു ഫോർ ലൂപ്പ് മാത്രമേ ഉള്ളൂ, അവിടെ വേറെ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെയും നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് വിളിക്കേണ്ടി വരും. കാരണം ഈ ഫോർ ലൂപ്പിന്റെ ബോഡി എന്ന് പറയുന്നത് മറ്റൊരു ഫോർ ലൂപ്പായിട്ടാണ് കണക്കാക്കുന്നത്. അതേപോലെ ഈ ഫോർ ലൂപ്പിന്റെ ബോഡി ഈ ഒരു ലൈന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും കൊടുക്കേണ്ടതില്ല. ഇതൊരു നെസ്റ്റഡ് ലൂപ്പ് തന്നെയാണ്. ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും കൊടുത്താൽ അത്യാവശ്യം നമുക്ക് ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെങ്കിലും അല്ലാതെയും ഇത് വർക്ക് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു നെസ്റ്റഡ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ചുരുക്കത്തിൽ എന്താണ് നെസ്റ്റഡ് ലൂപ്പ് നമ്മൾ ചർച്ച ചെയ്തു. ഒരു ലൂപ്പിന്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് എഴുതിയാൽ അതിനെ നെസ്റ്റഡ് ലൂപ്പ് എന്ന് വിളിക്കുന്നു. അത് ഔട്ടർ ലൂപ്പും ഇന്നർ ലൂപ്പും ഉണ്ട്. ഇന്നർ ലൂപ്പിനെയാണ് നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നതിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ്, അതേത് രീതിയിലാണ് അതിന്റെ ഔട്ട്പുട്ട് വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഔട്ടർ ലൂപ്പ് എന്ന് പറയുന്നത് ഏത് ലൂപ്പിന്റെ ഉള്ളിലാണോ ഇന്നർ ലൂപ്പ് എഴുതിയിരിക്കുന്നത് ആ ലൂപ്പിനെയാണ് നമ്മൾ ഔട്ടർ ലൂപ്പ് എന്ന് പറയുന്നത്. നെസ്റ്റഡ് ലൂപ്പിനെ ഇന്നർ ലൂപ്പ് എന്ന് വിളിക്കാറുണ്ട്. വ്യത്യസ്ത പ്രോഗ്രാമുകൾ ഏത് രീതിയിൽ ചെയ്യാമെന്നുള്ളത് ലൈവ് പ്രാക്ടിക്കൽ സഹിതം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചിയുടെയും അതുപോലെ സെക്കൻഡ് സൂചിയുടെയും മൂവ്മെന്റിനെ നമുക്ക് നെസ്റ്റഡ് ലൂപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത പ്രോഗ്രാമുകൾ ഇത് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മനസ്സിലാക്കാനും നെസ്റ്റഡ് ലൂപ്പിന്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയ വലിയ പ്രോഗ്രാമുകൾ, ഭാവിയിൽ പ്രത്യേകിച്ച് മാട്രിക്സുമായി ബന്ധപ്പെട്ടത്, അതേപോലെ അറയിലെ ലെവലാണല്ലോ മാട്രിക്സ് എന്ന് പറയുന്നത്, അതുപോലെ വലിയ ലോജിക്കുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് എഴുതേണ്ടി വരും. 1, 2, 3, 4 ലെവലിലൊക്കെ നമ്മൾ നെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം ആ നെസ്റ്റിംഗ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു കുഞ്ഞു പ്രോഗ്രാം കൊണ്ട്, കുഞ്ഞു ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടാകുമെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. CPP ഡ്രോയിഡ് പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ജീൻ ഉപയോഗിച്ച് നമ്മുടെ സ്വന്തം ലാപ്ടോപ്പിലോ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് പരിശീലിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം എല്ലാ ബേസിക് കോൺസെപ്റ്റുകളും നമ്മൾ ഈ ഒരു ക്ലാസ്സോടുകൂടി തന്നിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ തീർച്ചയായിട്ടും അറേ ബേസിക് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അറേ ഫങ്ഷൻസ് ഒക്കെ നമ്മുടെ ഈ ചാനലിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.